സജീർ ഈസി സ്റ്റിച്ചിങ്ങിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഒരു 38ൻ്റെ ബ്ലൗസിലാണ്, ഫുൾ ബോയിൽ സാധാ ബ്ലൗസിലാണ്. അപ്പോൾ നമ്മൾ 3 പാർട്ട് ഇട്ട് കഴിഞ്ഞു. ഇത് 4ാമത്തെ പാർട്ടാണ്. അപ്പോൾ ഇത് സ്ലീവിൻ്റെ പാർട്ടാണ്. അപ്പോൾ സ്ലീവിൻ്റെ പീസ് നമ്മളിങ്ങനെ റഫായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ഈ സൈഡൊന്ന് മടക്കി അടിച്ചെടുക്കുക. ഇതാണ് ഉൾവശം. അപ്പോൾ തിരിച്ചിടുക. ഉൾവശം മേളിൽ വരുന്ന, നമ്മുടെ നല്ല വശം മേളിൽ വരുന്ന രീതിയിൽ ഇടുക. ഇതുപോലൊരു പീസ് എടുത്തിട്ടുണ്ട്. നമ്മൾ സൈഡ് മടക്കി അടിക്കുകയാണ്. 1 ഇഞ്ചോ 3/4 ഇഞ്ചോ നിങ്ങളുടെ സൗകര്യത്തിന് അടിക്കാം. അപ്പോൾ നല്ല വശത്ത് മേളിൽ ഈ പീസ് വെച്ച് ഒരു 3/4 ഇഞ്ച് ഗ്യാപ്പിൽ ഒന്ന് തയ്ച്ചെടുക്കുക. പീസ് വെച്ച് തയ്ക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈയുടെ എൻഡ് ചുരുങ്ങി പോകാണ്ടിരിക്കാനാണ്. അപ്പോൾ ഇതുപോലെ ഫുള്ള് തയ്ച്ചെടുക്കുക. കറക്റ്റായി തയ്ക്കണം. കറക്റ്റായിട്ട് ആ ലെവലൊക്കെ പിടിച്ച് കറക്റ്റായിട്ട് തയ്ച്ച് പോരുക. ഫുള്ള് തയ്ച്ച് പോരുക. ഇതുപോലെ ഫുള്ള് തയ്ച്ചെടുക്കുക. ഇത് മടക്കി ഒരു പതിച്ചടിക്കുന്ന ഒരു തയ്യൽ ഇട്ടെടുക്കുക. ഇത് മസ്റ്റായിട്ട് ഇടണം. ഇത് ഇടാണ്ടിരിക്കരുത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ കറക്റ്റായിട്ട് ആ എൻഡിൽ കൂടി പതിച്ചടിക്കണം ഒരു തയ്യൽ. ഒന്ന് സ്ട്രൈറ്റ്, അധികം വലിക്കുകയും ചെയ്തത്, ജസ്റ്റ് ഒന്ന് നിവർത്തി വെച്ച് അടിച്ചെടുക്കുക. ഫുള്ളിതുപോലെ തയ്ച്ചെടുക്കുക. നമ്മൾ 2ൻ്റെ സ്ലീവ് ഒറ്റ ഇതിന് ഓപ്പണിങ് മടക്കി അടിച്ചെടുക്കുകയാണ്. എന്നിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യാറ്. അതാണ് നമ്മൾ സാധാരണ ചെയ്യണ രീതി. ഇത് എടുക്കുന്നത് കറക്റ്റായിരിക്കും. നമുക്ക് ഒരു 40 സൈസ് വരെ നിങ്ങളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും. 40-ന് മേളിൽ പോകണമെങ്കിൽ മാത്രമേ ജോയിൻറ്റ് ചെയ്യേണ്ടി വരുള്ളൂ. അല്ലെങ്കിൽ വേറെ രീതിയിൽ മാറ്റി കട്ട് ചെയ്യേണ്ടി വരുള്ളൂ. ജോയിൻറ്റ് ചെയ്യലാണ് സാധാരണ ചെയ്യാറ്. ഇനി ചെയ്യേണ്ടത് മടക്കി പിടിച്ച് എൻഡിൽ നല്ല വശത്തൊരു സ്റ്റിച്ച് കൂടി, ഒറ്റ സ്റ്റിച്ച് മതി. കറക്റ്റ് നമ്മളിപ്പോൾ മടക്കി അടിച്ച തയ്യൽ ലൈറ്റായിട്ട് വെളിയിൽ കാണുന്ന രീതിയിൽ തയ്ച്ചെടുക്കുക. ഇതുപോലെ ഫുള്ള് തയ്ച്ചെടുക്കുക. ഇതുപോലെ നീറ്റായിട്ട് മേളിൽ കൂടി ഒരു സ്റ്റിച്ചിട്ടെടുക്കുക. ഇനി ഈ ഉള്ളിലുള്ളത് മടക്കി ഇവിടുന്ന് ഇങ്ങനെ മടക്കി ഹെം ചെയ്ത് കളയൽ, അതായത് നമ്മൾ സൂചി നൂലും വെച്ച് തയ്ച്ച് കളയലാണ് നമ്മൾ സാധാരണ ചെയ്യാറ്. അപ്പോൾ ഒരു സ്റ്റിച്ച് ഇതും കൂടി മടക്കി പിടിച്ച് അതിങ്ങനെ ഒന്ന് കൊടുത്തേക്കുക. എന്നിട്ട് മടക്കി വെച്ച് നമ്മുടെ സൂചി നൂലും വെച്ച് തയ്ച്ചാൽ മതി. അല്ലെങ്കിൽ വെറുതെ തയ്ച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. എല്ലാവരും അത് ഇഷ്ടപ്പെടാറില്ല. സൂചി നൂലും വെച്ച് തയ്ച്ചാൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും കാണാനായിട്ട്. തയ്യലൊന്നും അധികം വെളിയിൽ കാണില്ല. അപ്പോൾ ഇതുപോലെ ഈ ബാക്കി വരുന്ന ഭാഗം ഉള്ളിലേക്ക് മടക്കി വെച്ച് ജസ്റ്റ് ഒന്ന്, ഇതൊക്കെ ഉള്ളിലേക്ക് പോകണതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നീട്ടി ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇതുപോലെ ഫുള്ളായിട്ട് മടക്കി ഉള്ളിലേക്ക് നീട്ടി അങ്ങോട്ട് അടിച്ചെടുക്കുക. ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ സൂചി നൂലും വെച്ച് ഈ എൻഡിൽ തയ്ച്ച് കളഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ തൽക്കാലം എനിക്ക് പണിയാൻ സൗകര്യത്തിന് ഞാനൊരു ആഴ്ചകളൊരു തയ്യലിടുകയാണ്. ആഴ്ചകളുടെ തയ്യലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് കണ്ണി കൂട്ടി വെക്കുക. ഏറ്റവും വലിയ മെഷീനിലുള്ളതിൽ ഏറ്റവും വലിയ കണ്ണി വെക്കുക. എന്നിട്ട് ലൂസ് കൂട്ടി തയ്ച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിതുപോലെ ഫിനിഷ് ചെയ്ത് അടിച്ചിട്ടുണ്ട്. ഇത് തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. ഇത് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അഴിച്ച് കളഞ്ഞിട്ട് സൂചി നൂലും വെച്ച് തയ്ക്കാം. അല്ലെങ്കിൽ ഇത് തന്നെ മതിയെങ്കിൽ നിങ്ങളുടെ ഓർഡർ. ഇത് തന്നെ കാണാൻ നല്ല വൃത്തിയിലായിരിക്കണം, വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല നീറ്റാണ്. അപ്പോൾ ഇത് 2ആയിട്ട് മടക്കുക. ഇപ്പോൾ നമ്മൾ 2 സ്ലീവിൻ്റെ ഒരുമിച്ച് അടിച്ചിരിക്കുകയാണ്. ഇത് 2ആയിട്ട് മടക്കുക. കറക്റ്റ് നടു മടക്കിയിട്ട് നടു വെച്ച് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ നടു മടക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. നാലായിട്ട് മടക്കിയെടുക്കുക. നാലായിട്ട് വെച്ചാൽ നല്ല വശം ചേർത്ത് വെക്കണം. എന്നിട്ട് വേണം മടക്കാനായിട്ട്.
മടക്കിയിട്ടാണ് നമ്മൾ ഇത് മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഇത് ലെങ്ത്തും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യണമല്ലോ. അപ്പോൾ 4 മടക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇത് ലെങ്ത്ത് മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് 15 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത്. 15 ഇഞ്ച് ഒരു ശകലം തയ്യൽ തുമ്പൂടി വെക്കണം. കറക്റ്റ് ഇവിടെ 15 ഇഞ്ച് പിടിച്ചിട്ടുണ്ട്. ഒരു അനക്കം തയ്യൽ തുമ്പൂടി വെച്ചിട്ടുണ്ട്. അതേപോലെ താഴെ മാർക്ക് ചെയ്യാം. താഴെ മാർക്ക് ചെയ്ത് ഒരു വര വരച്ചെടുക്കുക. ശ്രദ്ധിച്ച് നോക്കുക ഇതെങ്ങനെ സെറ്റ് ചെയ്യണമെന്ന്. നമ്മൾ 15 തയ്യൽ തുമ്പും കൂടെ എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ സാധാരണ ചെയ്യുക, നമുക്കൊരു ജസ്റ്റ് വരച്ചു വിടലാണ്. എന്നിട്ട് ടോപ്പിൽ ഓപ്പണിംഗ് ഭാഗം എത്രയാണോ, നമുക്ക് 5 വേണ്ടത്. 5 മാർക്ക് ചെയ്യുക. 5 മാർക്ക് ചെയ്യുക. 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൊടുക്കുക. 1 ഇഞ്ച് കൊടുത്താൽ മതി, കൂടുതൽ കൊടുക്കുകയൊന്നും വേണ്ട. 5 ഇഞ്ച് ഓപ്പണിംഗ് ഉണ്ടായിരിക്കണം. കുറഞ്ഞു പോകരുത്. കുറഞ്ഞു പോയി കഴിഞ്ഞാൽ കൈ ടൈറ്റ് വരും. 5 ഇഞ്ച് കൊടുക്കുക. ഇവിടെ കൊടുക്കേണ്ടത്, അതിന് മുന്നേ വേറെ ലൈൻ എടുക്കണം. അതായത് 15 ഇഞ്ച് മേളിലുണ്ടെങ്കിൽ 3 ഇഞ്ച് കുറച്ച് ഒരു മാർക്ക് ചെയ്യണം. 15 ഇഞ്ച് മേളിലാണെങ്കിൽ 3 ഇഞ്ച് കുറച്ച്, അതായത് നമ്മളെ സ്ലീവ് ഡെപ്താണ്. ഇവിടെ 12 ഉണ്ട്. 12 ഒരു മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇത് കറക്റ്റാണ്. തയ്യൽ തുമ്പിടെ ചേർത്ത് വെച്ച് കൊടുത്താൽ മതി. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നമ്മൾ ഓപ്പണിംഗ് വെച്ചല്ലോ 5. ഇത് ഏതാണ്ട് ഒരു 38-40 സൈസൊക്കെ പറഞ്ഞവർക്കൊക്കെ ഈ 5ഉം 5.5 തന്നെ ആയിരിക്കും വരിക. 40 സൈസിന് 5.5 ആയിരിക്കും വരിക. ഈ 3 കുറച്ച് മാർക്ക് ചെയ്യണതിൻ്റെ നേരെ നമ്മൾ 7.5 മാർക്ക് ചെയ്യണം. 7.5യാണ് കറക്റ്റ്. അതായത് 6.5 നമ്മുടെ കയ്യിലെ വണ്ണം അവിടെ ഓൾറെഡി വരും. 6.5 എന്ന് വെച്ചാൽ 13 ഇഞ്ച്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടി കൊടുക്കണം. എങ്കിൽ സ്ലീവ് കറക്റ്റായിട്ട് സെറ്റ് ആവുള്ളൂ. ബാക്കി തയ്യൽ തുമ്പും വിട്ടിരുന്നാൽ മതി. കട്ട് ചെയ്ത് കളയാനൊന്നും ഇല്ല. അപ്പോൾ ഈ വരകളൊക്കെ ഒന്ന് നേരാക്കി കൊടുക്കുക. മുപ്പത്തി 6 സൈസ് വരണമെങ്കിൽ 7 വെച്ചാൽ മതി. നമ്മളിപ്പോൾ ഇവിടെ വെച്ചത് 7 വെച്ചാൽ മതി. 40 വരണമെങ്കിൽ 8 വെച്ച് കൊടുത്താൽ കറക്റ്റായിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ മെത്തേഡിൻ്റെ ഒരു പ്രത്യേകത അതാണ്. ഇവിടെ ഈ 3 ഇവിടെ നിന്ന് 3 കുറച്ച് വെക്കുമല്ലോ, 12. അതെല്ലാത്തിനും അങ്ങനെ. നമ്മൾ ഇതാണ് പറയുക, എന്താണ് ആം ഹോൾ ഡെപ്ത് എന്ന് പറയും. ആം ഹോൾ ഡെപ്ത് 3 ഇഞ്ചാണ് സാധാരണ എല്ലാവർക്കും വരിക. ഈ പറഞ്ഞ സൈസിൽ 3 ഇഞ്ച് കൃത്യം ഉണ്ട്. അപ്പോൾ ഈ 3 ഇഞ്ച് വരണ ഭാഗത്ത് നിങ്ങൾ കറക്റ്റായിട്ട് 6.5 എന്ന് പറയുന്നത് 13 ഇഞ്ചാണ് ടോപ്പിലെ ചുറ്റളവ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് ഇറക്കി വെക്കുക. ഇനി 36 ആണെങ്കിൽ 7 വെച്ചാൽ മതി. 1/2 ഇഞ്ച് കുറച്ച് വെച്ചാൽ കറക്റ്റ് സെറ്റ് ആവണമാണ്. 40 ആണെങ്കിൽ 8 ഇഞ്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ അതനുസരിച്ച് 1/2 ഇഞ്ചിന് വ്യത്യാസം വരുത്തിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വരുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സാധാരണ ചെയ്യുക ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ വരയ്ക്കലാണ്. അപ്പോൾ അത് ചിലപ്പം എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതിനൊരു എളുപ്പ വഴി പറഞ്ഞുതരാം. ഇവിടെ നിന്നൊരു 2 ഇഞ്ച് താത്തി മാർക്ക് ചെയ്യുക. 2 ഇഞ്ച് താത്തി മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ കോർണറും ഈ കോർണർ മതി. ഈ കോർണറും കൂടി ഒരു വര വരയ്ക്കുക. ഇത് നമ്മുടെ സ്റ്റിച്ച് ലൈനാണ്. ഇത് തയ്യൽ തുമ്പാണ് 1 ഇഞ്ച്. എന്നിട്ട് ഇത് സ്കെയിൽ വെച്ച് വരയ്ക്കാം, കൈ കൊണ്ടും വരയ്ക്കാം. സ്കെയിൽ വെച്ചാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒരു ഇതെടുക്കുക. കൈ വെച്ചിട്ടാണെങ്കിൽ നിങ്ങളിങ്ങനെ നൈസായിട്ട് ഇതിങ്ങനെ കൊണ്ടുപോകാം. ഇങ്ങനെ കൊണ്ടുപോയി ആ വരയിലങ്ങ് തീർത്ത് കൊടുത്താൽ നമ്മുടെ കൈയുടെ ഷേപ്പായി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ പരിപാടി. അതായത് ഈ പോണതൊരു 3 ഇഞ്ച് മിനിമം ഉണ്ടായിരിക്കണം. ഈ കട്ട് ചെയ്ത് മാറ്റുന്നത് 3 ഇഞ്ച് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ലീവ് റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മൾ മെയിൻ പീസിൽ, ബ്ലൗസിൻ്റെ പീസിൽ നമ്മൾ ഫ്രണ്ട് കുറയ്ക്കാറില്ല. കാരണം അവിടെ 1/2 ഇഞ്ച് നമ്മൾ ഡോട്ട് പിടിക്കുമ്പോൾ അത് ഉള്ളിലേക്ക് വലിയും. അത് കാരണം കുറയ്ക്കാറില്ല. അപ്പോൾ ഇതിൽ കുറയ്ക്കണം, സ്ലീവിൽ കുറയ്ക്കണം. അപ്പോൾ ഇതിൻ്റെ നല്ല വശവും ചേർത്ത് വെക്കുക. ചേർത്ത് വെച്ചിട്ട് ഈ ആം ഹോളിൻ്റെ സെൻറ്റർ ആദ്യം ഒന്ന് മാർക്ക് ചെയ്തേക്കുക. ആം ഹോളിൻ്റെ സെൻറ്റർ മാറിപ്പോകാണ്ടിരിക്കാനായിട്ട് ഒന്ന് മാർക്ക് ചെയ്തേക്കുക.
അതിനുശേഷം ഈ നല്ല വശവും ചേർത്ത് തന്നെയാണ് നമ്മൾ നേരത്തെ വെച്ചത്. അതങ്ങനെ ഇങ്ങനെ നൂത്തിയെടുക്കുക. നൂത്തിയെടുത്തിട്ട് ഇവിടെ നിന്നൊരു കറക്റ്റ് 3/4 ഇഞ്ച് വരുന്ന രീതിയിൽ വെട്ടി അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ സ്ലീവ് കറക്റ്റായിരിക്കും. ഇത്രയും ഭാഗം അങ്ങോട്ട് നിങ്ങൾ വെട്ടി മാറ്റിയാൽ മതി. ഇത് ഇത്രയേ ഉള്ളൂ പരിപാടി, ഇത്രയേ ഉള്ളൂ. ഇത് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ സ്ലീവ് കറക്റ്റായിരിക്കും. ഇനി ഇത് തയ്ച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് ഒരെണ്ണം പിടിപ്പിക്കലേ കാണിക്കുള്ളൂ. നമ്മൾ റൗണ്ട് തയ്യലേ എപ്പോഴും ഇടാറുള്ളൂ. റൗണ്ട് തയ്യലാണ് ബ്ലൗസിന് എപ്പോഴും ഫിനിഷിങ്ങും അത് ഫിറ്റിങ്സും കറക്റ്റായി വരിക. അപ്പോൾ നിങ്ങൾക്ക് റൗണ്ട് തയ്യൽ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് സാധാ വെച്ച് തയ്ച്ചെടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ഒക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. അപ്പോൾ ഇത് ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഈ വരച്ച വരര വെളിയിൽ കൂടി സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ശീലിക്കുക. വരച്ച വരര ഉള്ളിൽ കൊണ്ട് വരച്ച് കഴിഞ്ഞാൽ ചിലപ്പം ടൈറ്റായി പോവും. അപ്പോൾ കുറച്ച് ഫ്രീ ഇട്ട് തയ്ക്കുക. പിന്നീട് വേണമെങ്കിൽ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ടൈറ്റ് ചെയ്യേണ്ടി വരില്ല, കറക്റ്റായിരിക്കും. പക്ഷേ കുറച്ച് വെളിയിൽ കൂടി വൈഡായിട്ട് തയ്ച്ചെടുക്കണമെന്ന് മാത്രം. മുപ്പത്താറ് 38 40 തമ്മിൽ അര ഇഞ്ചിൻ്റെ വ്യത്യാസമേ വരുള്ളൂ. ഈ ടോപ്പ് സൈഡിൽ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. മിക്ക 99% 90% അളവുകൾ വലിയ വ്യത്യാസമൊന്നും വരാറില്ല. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കാരണം എല്ലാവർക്കും 38 ഉള്ളവർക്കൊക്കെ ഒരു 13 ഇഞ്ച് ടോപ്പിൽ ചുറ്റോളം ഉണ്ടാവും. 36 പറഞ്ഞവർക്കൊക്കെ ഒരു 12 ഇഞ്ച് 12.5 ഇഞ്ച് ഓരോരുത്തരുടെ കയ്യിലെ വണ്ണനുസരിച്ചാണ്. നോർമലി വരാറുള്ള അളവാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു 6 ഇഞ്ച് താഴെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 6 ഇഞ്ചിലെ സ്ലീവാണ് വെക്കണമെങ്കിൽ അവിടെ നോക്കിക്കഴിഞ്ഞാൽ എത്ര ഉണ്ടാകുമല്ലോ? 6.25 ഉണ്ട്. 6.25 എന്ന് പറയുമ്പം ഒരു 12.5 വരും ഈ 38 പറഞ്ഞവർക്ക്. ഇവിടെ 13 വരും. അതാണ് ഇവിടെ 6.5. അപ്പോൾ നമ്മളിത് മെയിൻ പീസിലേക്ക് പിടിപ്പിക്കാൻ പോവാണ്. നമ്മളിത് ഏത് സൈഡാണ് കൂടുതൽ വെട്ടിയിരിക്കണമെന്ന് തിരിച്ചറിയണം. അപ്പോൾ അതിനിതൊന്ന് നൂത്തിയെടുക്കുക. ജസ്റ്റ് ഇത് ഒന്നുകിൽ റൈറ്റ് പീസ് അല്ലെങ്കിൽ ലെഫ്റ്റ് പീസ് ആയിരിക്കും. അപ്പോൾ നമ്മളത് രണ്ടും ഒരു സ്ഥലത്തു നിന്നാണ് കട്ട് ചെയ്തത്. അതായത് നേരെ നല്ല വശം ചേർത്ത് വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരെണ്ണം ലെഫ്റ്റ് സൈഡിലായിരിക്കും, ഒരെണ്ണം റൈറ്റ് സൈഡിലായിരിക്കും. അപ്പോൾ അത് ഏതാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് എടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത് വന്നിട്ട് റൈറ്റ് സൈഡിലെ പീസാണ്. ഇതോ ഇങ്ങനെയല്ലേ നമ്മുടെ കൈ വരിക. റൈറ്റ് സൈഡ് പീസാണ് ഇത് ഈ സൈഡ് ഫ്രണ്ടിൽ വരണം. ഈ കൂടുതലെടുത്തത് ഫ്രണ്ടിൽ വരണം. അപ്പോൾ അത് കണക്കാക്കി ബ്ലൗസിൻ്റെ എടുക്കുക. ബ്ലൗസിൻ്റെ റൈറ്റ് സൈഡും എടുക്കുക. ബ്ലൗസിൻ്റെ റൈറ്റ് സൈഡ് ഇതാണ്. അപ്പോൾ ഇതിലാണ് ഇത് പിടിപ്പിക്കേണ്ടത്. അപ്പോൾ ബ്ലൗസും ഇതുപോലെ മറിച്ചെടുക്കുക. ഇതിൻ്റെ ഉള്ളിലേക്ക് ശ്രദ്ധിച്ച് നോക്കുക. ഇത് ബ്ലൗസിൻ്റെ റൈറ്റ് സൈഡാണ്. റൈറ്റ് സൈഡ് പീസാണിത്. റൈറ്റ് സൈഡിൽ ഈ സ്ലീവ് ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഈ കൂടുതൽ കട്ട് ചെയ്ത ഭാഗം ഈ ഫ്രണ്ടിലാണ് വരേണ്ടത്. ശ്രദ്ധിച്ച് നോക്കുക. അതനുസരിച്ച് വെക്കുക. നമ്മുടെ സ്ലീവ് പീസ് ഇങ്ങനെ ഉള്ളിലേക്ക് വിടണം. ഉള്ളിലേക്ക് വിട്ടിട്ട് നമ്മൾ താഴത്തെ ഈ ജോയിൻറ്റും മസ്റ്റാണ്. അത് രണ്ടും ഒരുമിച്ചിങ്ങനെ പിടിച്ചെടുത്ത് ലെവൽ ചെയ്തെടുക്കുക. ഈ ജോയിൻറ്റും നമ്മുടെ ബ്ലൗസിൻ്റെ ജോയിൻറ്റും കറക്റ്റായിരിക്കണം. എങ്കിലേ സ്ലീവ് കൈ തിരിയാണ്ട് കറക്റ്റായിട്ട് നിൽക്കുകയുള്ളൂ. അതിനാണ് നമ്മൾ റൗണ്ട് തയ്യൽ ഇടുന്നത്. ബ്ലൗസിൻ്റെ ആം ഹോൾ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ടൈറ്റായിട്ട് ഉള്ളിലേക്ക് കയറി നിൽക്കുന്ന ആം ഹോളാണ്. അപ്പോൾ അതിങ്ങനെ തയ്ച്ചാലാണ് ഏറ്റവും പെർഫെക്റ്റായിട്ട് വരിക. അപ്പോൾ ഇങ്ങനെ വെച്ച് 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ ഇതിൽ തയ്യലിട്ടെടുക്കുക. അതുപോലെ വെച്ച് അധികം പിടിച്ച് വലിക്കാതെ ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ 1/2 ഇഞ്ച് കൂടുതലിടരുത്. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടത് ഇതിന് പീസൊന്നും പിടിച്ച് വലിക്കരുത്. ഇത് കറക്റ്റായിരിക്കും. നമ്മുടെ ഈ കട്ടിങ്സിന് ഈ സാധനം കറക്റ്റായിരിക്കും. നമ്മളത് കറക്റ്റ് റൗണ്ട് ചെയ്ത് ഫ്രീ ആയിട്ട് തയ്ച്ച് പോന്നാൽ മതി. അപ്പോൾ വേറെ പീസൊന്നും അടിയിലൊന്നും പോവാതെ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. അപ്പോൾ ഇതുപോലെ തയ്ച്ചിങ്ങോട്ട് പോന്നാൽ മതി. പതുക്കെ തയ്ക്കണം. കാലം നമന്ന് പോയി. അപ്പോൾ ഇതുപോലെ നിങ്ങൾ പതുക്കെ പിടിച്ച് കറക്റ്റായിട്ട് 2 പീസും വെച്ച് തയ്ച്ച് പോരുക. ഇതുകൊണ്ട് ഈ സെൻറ്റർ വരുമ്പം സെൻറ്റർ പീസൊക്കെ കറക്റ്റായിട്ട് ഇവിടെ വരണുണ്ട്. സെൻറ്ററിൻ്റെ പോയിൻ്റൊക്കെ കറക്റ്റായിട്ട് ഇവിടെ വരണുണ്ട്. അതങ്ങനെ വരും. നിങ്ങൾ ഇങ്ങനെ ഈ മെത്തേഡിൽ
ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൻറ്ററൊന്നും മാറിപ്പോകില്ല, കൃത്യമായിരിക്കും. ഇതുപോലെ റൗണ്ട് ചെയ്ത് തയ്ച്ചെടുക്കുക. പക്ഷേ വലിച്ചൊന്നും പിടിച്ച് തയ്ക്കരുത്. നിങ്ങൾ വലിച്ചു പിടിച്ച് തയ്ച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പൊസിഷൻ മാറിപ്പോവും, ആ ഒരു ഫ്രീനെസ് കിട്ടില്ല, ചുളിവൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. ഈ അളവിൽ നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വരണം. ഇതുപോലെ ഫുള്ള് റൗണ്ട് ചെയ്ത് തയ്ച്ചെടുക്കുക. കറക്റ്റ് സീറ്റിങ്സ് ആയിരിക്കും. 38 ഇഞ്ചുള്ളവർക്ക് മേൽഭാഗത്ത് 7 ഇഞ്ച് നിങ്ങൾ വെച്ച് കൊടുക്കുക, ബാക്കി തയ്യൽ തുമ്പിടുക. അതായത് നമ്മുടെ ഈ മെത്തേഡിൽ എടുത്തു കഴിഞ്ഞാൽ ആ പീസ് വേറെ ജോയിൻ്റ് ഒന്നും ചേർക്കാതെ 40 ഇഞ്ച് സൈസ് വരെ കറക്റ്റായിരിക്കും. 40 ഇഞ്ചിന് മേളിൽ പോകണമെങ്കിൽ ജോയിൻ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ വേറെ രീതിയിൽ കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതുപോലെ ഡബിൾ തയ്യൽ ഫുള്ള് കറക്കി തയ്ച്ചെടുക്കുക. സ്ലീവൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് തയ്ക്കണം. ഞാൻ അതുകൊണ്ടാണ് പതുക്കെ തയ്ച്ച് കാണിക്കുന്നത്. സ്ലീവൊക്കെ എപ്പോഴും ശ്രദ്ധിച്ച് പതിയെ ചുളിവൊന്നും ഇല്ലാത്ത രീതിയിൽ തയ്ച്ചെടുക്കണം. അപ്പം ഈ റൗണ്ട് തയ്യലാണ് ബ്ലൗസിന് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളത്. ഇതുപോലെ കറക്കി ചുളിവ് വരാത്ത രീതിയിൽ ഫുള്ള് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇനി ഇത് നൂറ്റി നോക്കിയാൽ അറിയാൻ പറ്റും ചുളിവുണ്ടോ, എവിടെയെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നൂറ്റി നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. ഇതുപോലെ കറക്റ്റാണ് പറഞ്ഞു, 2 ജോയിൻറ്റും ഒരുപോലെ വന്നാലേ കൈ തിരിയാതെ കിട്ടുള്ളൂ. നിങ്ങൾക്ക് കണ്ടാൽ അറിയാമെന്നല്ല ഇത്ര പെർഫെക്റ്റ് ആയിട്ടാണ് വന്നേക്കണേന്ന്, ചുളിവൊന്നും ഇല്ലാത്ത രീതിയിൽ വന്നേക്കണമെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇത് കറക്റ്റ് ഫിറ്റിംഗ് ആയിരിക്കും കൈ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ മറ്റേ പീസും തയ്ച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ബാക്കി അടുത്ത പാർട്ട് എന്ന് പറയുന്നത് നെക്കിൻ്റെ ഇതാണ്, ഇത് മടക്കലാണ്. അപ്പം അതൊരു പാർട്ടായിട്ട് കാണിക്കാം. അതിൻ്റെ സ്റ്റിച്ചിങ്ങും അതിൻ്റെ ഹെമ്മിങ്ങും പിന്നെ ഇതിൻ്റെയൊക്കെ ഹെമ്മിങ്ങും ഒക്കെ അതൊരു പാർട്ടായിട്ട് കാണിക്കാം. അപ്പോൾ ഇതുപോലെ ചുളിവൊന്നും ഇല്ലാത്ത രീതിയിൽ നീറ്റായിട്ട് തയ്ച്ചെടുക്കുക. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്നുള്ളൂ. അതായത് 36 വരെയാണെങ്കിൽ 7 വെക്കുക, 38 വരെയാണെങ്കിൽ 7.5 വെക്കുക, 40 വരെയാണെങ്കിൽ 8 വെക്കുക. അത്രയേ ഉള്ളൂ. ഇതിനകത്ത് വേറെ ഒന്നും നോക്കാനില്ല. ഇതുപോലെ സ്റ്റഡിയായി നിൽക്കണം, അപ്പോഴാണ് നിങ്ങൾക്ക് കറക്റ്റ് സീറ്റിംഗ് ആവുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.